കഴിഞ്ഞകാല ഇന്ത്യൻ പാർലമെന്റിൽ എഴുതി വെച്ച ഫ്രണ്ടിലെ ബോർഡിൽ ഒന്ന് ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന വാചകമാണ്. സൂറത്ത് റഅദ് 13-ാം അധ്യായം 11-ാമത്തെ വാചകമാണ്. അല്ലെ, ലോകത്ത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ഒരു ദൈവിക ഗ്രന്ഥത്തിന്റെ വാചകമാണത്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം ഒരു വ്യക്തി അയാൾ സ്വയം തീരുമാനിക്കണം, ഞാൻ ഇന്നതേ കഴിക്കൂ, പഞ്ചസാര എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച ഒരാൾക്ക് പഞ്ചസാര തരിയുടെ രൂപത്തിൽ ലഭിക്കപ്പെടുന്ന MDMA എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന മാംസം നിനക്ക് ഹാനികരമാണ്, അത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണമാണ് എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കുന്ന വ്യക്തിക്ക് ശരീരത്തെ കേടുവരുത്തുന്ന, മനസ്സിനെ കേടുവരുത്തുന്ന, കുടുംബത്തെ ശൈഥില്യമാക്കുന്ന, രാഷ്ട്രത്തിന്റെ കെട്ടുറപ്പിനെ നശിപ്പിക്കുന്ന മയക്കുമരുന്ന് വേണ്ടെന്ന് തീരുമാനിക്കാൻ കഴിയാത്തത് ഇച്ഛയെ നിയന്ത്രിക്കാനുള്ള പവർ നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാഴ്ചപ്പാടുകളിലൊന്ന്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ മനോഹരമായി മനുഷ്യന്റെ ഉള്ളിൽ ജ്വലിക്കുന്ന വിപ്ലവകരമായ ആത്മീയ ചൈതന്യത്തെ കുറിച്ച് കോറിയിടുന്നുണ്ട് അക്ഷരക്കൂട്ടുകൊണ്ട്. അതിങ്ങനെയാണ്, ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആറ്റം ബോംബിനേക്കാൾ വലിയൊരു ശക്തിയുണ്ട്. അവനെങ്ങാനും അതിനെ വിളിച്ചുണർത്തിയാൽ തീർച്ചയായും അവന് വലിയ കാര്യങ്ങൾ ഈ ലോകത്ത് നിർവഹിക്കാൻ കഴിയും എന്ന്. ദൈവിക ഗ്രന്ഥം പറയുന്നത് നിങ്ങൾ സ്വയം നന്നാകാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതിനനുയോജ്യമായ സാഹചര്യങ്ങളെ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങൾക്ക് ഒരുക്കി തരും എന്നാണ് സൂറത്ത് റഅദ് പറയുന്നത്.